ഹലോ ഗൈസ്, അങ്ങനെ ശ്രുതി ഗർഭത്തിൽ കള്ള നാടകം കളിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. താൻ ഗർഭിണിയാണെന്ന് അവിടെയുള്ളവരോട് എല്ലാവരോടും പറയാണ്. അങ്ങനെ ചന്ദ്രമതി ശ്രുതിയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോവാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. ആദ്യം പ്രസവിക്കുന്നത് ആരാണോ അവർക്ക് മുത്തശ്ശിയുടെ ഒരു സ്ഥലം എഴുതി കൊടുക്കുന്ന മുത്തശ്ശി പറഞ്ഞിരുന്നില്ലേ? ആ സ്ഥലം കിട്ടിയാ പിന്നെ ഈ തലമുറക്ക് കഴിയാൻ ഒന്നും തന്നെ വേണ്ടാട്ടോ. അതൊക്കെയാണ് ചന്ദ്രമതിയുടെ മനസ്സിൽ. എന്തായാലും ആ കുഞ്ഞു വരാനുള്ള സന്തോഷമല്ല, ആ കുഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ സ്ഥലം അവരുടെ പേരിലാവുമല്ലോ, ആ ഒരു സന്തോഷമാണ് ചന്ദ്രമതിക്ക്. അങ്ങനെ ചന്ദ്രമതി അഹങ്കരിച്ചുകൊണ്ട് ശ്രുതിയും കൂട്ടി ഹോസ്പിറ്റലിലോട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹോസ്പിറ്റലിൽ എത്തി പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ നിറഞ്ഞ സംഭവങ്ങളാണ് അവിടെ നടക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്ത് മുഴുവനായിട്ട് വാച്ച് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് ശ്രുതിയെ സോഫയിൽ ഇരുത്തിക്കൊണ്ട് ചന്ദ്രമതി കൊഞ്ചിക്കുന്നതാണ്. എന്നാൽ ഇത് കണ്ടിട്ട് സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി എന്താ ഇവർക്ക് പറ്റിയത്? അമ്മയുടെ ഈ കാണിച്ചുകൂട്ടൽ കണ്ടിട്ട് ഗർഭിണിയാണെന്ന് ഉറപ്പിച്ച വട്ട. ആ സമയത്ത് രവി പറയുന്നുണ്ട്, നിന്റെ അമ്മയുടെ മുഖത്തുള്ള സന്തോഷം നോക്കിക്കേ, എത്ര പെട്ടെന്ന് അവളുടെ മുഖഭാവം മാറിയത്. ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരുന്നവളാ, ഇപ്പൊ അവളുടെ സന്തോഷം കണ്ടോ? മുത്തശ്ശിയാവുന്നതിന്റെ സന്തോഷ. അതെ, ഞാനൊരു മുത്തശ്ശനും കൂടി ആവാൻ പോവാ. പിന്നെ ഇനി അടുത്തത് ശ്രീകാന്ത് ആയിരിക്കും. അതിനു മുമ്പേ നിങ്ങളുടെ ഒരു കുഞ്ഞിക്കാലം കൂടി എനിക്ക് കാണണം. അച്ഛാ, ആദ്യം ഒരാളത് നടക്കട്ടെ. ഇത് ഉറപ്പായിട്ടൊന്നും ഇല്ലല്ലോ. എന്നാ ഇത് ചന്ദ്രമതി നല്ല വ്യക്തമായിട്ട് കേൾക്കാണ്. എടാ, എന്റെ മരുമകൾ ഗർഭിണിയാണെന്നേ ആരും പറഞ്ഞ് എനിക്ക് അറിയേണ്ടതില്ല. എനിക്ക് മോളുടെ മുഖം കണ്ടാ മനസ്സിലാവും. കുറച്ചു ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മോളുടെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതിന്റെ ആയിരുന്നു എന്ന്. എന്നാ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി ആകെ കിളി പോയ മട്ടിൽ നിൽക്കാണ്. ഗർഭിണിയല്ലെന്ന് പറയണമെന്നുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റുന്നില്ല. ഇവരെന്തൊക്കെയാണോ ചിന്തിച്ചു കൂട്ടുന്നത്? ഒറ്റ ദിവസം കൊണ്ട് ഇവർ മനക്കോട്ട കെട്ടിയതൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം ഞാൻ കാണേണ്ടി വരുമല്ലോ. ഇതിന്റെ ഇരട്ടിയായിരിക്കും ദേഷ്യം. ഞാനിപ്പോ ഗർഭിണിയല്ലെന്ന് പറഞ്ഞാ എന്നെ ഇവര് കടിച്ചു പറിച്ച് തിന്നു. എന്താ ശ്രുതിമോൾ ആലോചിക്കുന്നത്? ഈ സമയത്ത് ഒരുപാട് സ്ട്രെസ് കൊടുത്ത് ഓരോന്ന് ആലോചിക്കണ്ട. പിന്നെ ഈ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് നിന്റെ അച്ഛനെ അറിയിക്കണം. അങ്ങനെ മോള് ഗർഭിണിയാണെന്ന് അറിഞ്ഞാലെങ്കിലും ആ അച്ഛനൊന്ന് ഇങ്ങോട്ട് വരുമല്ലോ. എന്താ മോളെ നീ ഒന്നും പറയാത്തത്? അത് പിന്നെ ആന്റി, ഞാൻ പറഞ്ഞോളാം ആന്റി. എന്ന ശ്രുതിയാണെങ്കിൽ കൈകൊണ്ട് ഓരോ ആക്ഷനൊക്കെ കാണിച്ചിട്ട് ഇതിപ്പോ എങ്ങനെ നടന്നു? എനിക്കൊന്നും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇതും പറഞ്ഞ് ശ്രുതിയുടെ മുഖത്ത് നോക്കിയിട്ട്, എടി ശ്രുതി, എന്തോടി ഇത്? ഇങ്ങനെ പറഞ്ഞ് നിൽക്കാണ് കേട്ടോ ശ്രുതി. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, മോനെ ശ്രുതി, നീ ഇങ്ങോട്ട് വന്ന് ശ്രുതിമോളുടെ അടുത്തിരിക്കി. നിന്റെ മുഖത്തുള്ള ടെൻഷൻ എനിക്ക് മനസ്സിലായി. അത് ഈ സമയത്ത് അച്ഛനാവാൻ പോകുന്ന എല്ലാവർക്കും ഉണ്ടാവും. വേണമെങ്കിലേ നീ നിന്റെ അച്ഛനോട് ചോദിച്ചു നോക്ക്. ആ സമയത്ത് സച്ചി അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ, ഇവനെന്താ എന്തോ യുദ്ധം നടക്കാൻ പോകുന്ന മട്ടിൽ നോക്കി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി കുഞ്ഞി പറഞ്ഞാലേ ഇവൻ ജോലിക്ക് പോവേണ്ടി വരുമല്ലോ, അതേക്കുറിച്ച് ആലോചിക്കാവൂന്ന്. ആ സമയത്ത് രവി പറയുന്നുണ്ട്, സച്ചി മിണ്ടാതിരുന്നേ. അവർക്കൊരു സന്തോഷമുള്ള നിമിഷം വന്നിരിക്കാം. ആ സമയത്ത് നീ നിന്റെ വായൊന്ന് അടക്കി വെക്ക് സച്ചി. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്ക് രവിയേട്ടാ. അവനെ സുധിയെ കളിയാക്കല് കുറച്ച് കൂടുതലാ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ മോനാണ് ആദ്യം കുഞ്ഞു പറക്കാൻ പോകുന്നത്. രേവതി, ഇതെന്തോ വലിയ സംഭവത്തിന് ട്രോഫി കിട്ടിയ പോലെയാണല്ലോ ഇവര് പറയുന്നത്. സച്ചേട്ടാ, ഒന്ന് മിണ്ടാതിരിക്കും. ഞാൻ മിണ്ടാതിരുന്നോളാവേ, എന്റെ ഭാര്യ പറഞ്ഞ പോലെ. എടാ, എന്റെ മോന് ട്രോഫി കിട്ടിയ പോലെ തന്നെയാണ് എനിക്കിത്. നീ നോക്കിക്കോ, അവൻ നിമിഷങ്ങൾക്കുള്ളിലെ പണക്കാരനായി നിനക്ക് ഞാൻ കാണിച്ചു തരാം. അതെന്താ? പൗഡർ എടുത്ത് ഗർഭിണിയായ അവിടുന്ന് അച്ഛൻ കിൻഡൽ കണക്കിന് സ്വർണം കൊടുത്തേക്കാന്ന് പറഞ്ഞോ? സച്ചി, നിന്നോടല്ലേ മിണ്ടാതിരിക്കാ പറഞ്ഞത്? അച്ഛാ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ എങ്ങനെയാ പ്രതികരിക്കാതിരിക്കുക? അവൻ പറയട്ടെ രവിട്ടാ, അവൻ ഇപ്പൊ അല്ലേ പറയാൻ പറ്റൂ. അവനൊരു ഡ്രൈവറായി കാലം കഴിച്ചു കൂട്ടട്ടെ, ഇവളൊരു പൂക്കാരിയായും. എന്നാലേ ഞാൻ കൊണ്ടുവന്ന മരുമകളായി ഇവള്. ഇവൾക്കും ഇവനും ഈ തലമുറ കഴിയാൻ മാത്രമുള്ള സ്വത്ത് ഇവന് കിട്ടാൻ പോവാം. ചന്ദ്രേ, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? ഒന്ന് തെളിയിച്ച് പറയാ. അത് പിന്നെ രവിയേട്ടൻ അമ്മ ഇതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്റെ അമ്മയോ? എന്ത് കാര്യം? രവിയേട്ടാ, നമ്മളെ മക്കളില് ആർക്കാണ് ആദ്യം കുഞ്ഞ് ജനിക്കുന്നത് അവർക്ക് അമ്മ ആ ഏക്കർ കണ്ട സ്ഥലം എഴുതി കൊടുക്കുന്ന പറഞ്ഞില്ലായിരുന്നോ? എന്നാ ഇത് കേട്ടപ്പോ തന്നെ സുധി ഞെട്ടിത്തിരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അമ്മ എന്താ പറഞ്ഞത്? അച്ഛമ്മ അങ്ങനെ പറഞ്ഞിരുന്നോ? പിന്നെ പറയാതെ ഇതിനു മുമ്പ് പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? ആ സമയത്താണ് ശ്രുതിക്ക് മനസ്സിൽ ലഡ് പൊട്ടുന്നത്. അയ്യോ, പറഞ്ഞത് സത്യമാണല്ലോ. ഇവര് വെറുതെ അല്ല എനിക്ക് ഗർഭം ഉണ്ടായപ്പോ സന്തോഷിച്ചത്. ആ സ്വത്തൊക്കെ കണ്ണി കണ്ടോണ്ടാ. ആ സമയത്ത് രവി പറയുന്നുണ്ട്, ചന്ദ്രേ, അപ്പൊ നിനക്ക് ഒരു മുത്തശ്ശി ആവാൻ പോകുന്നതിന്റെ സന്തോഷമല്ല, കിട്ടാനുള്ളതിന്റെ സന്തോഷമാണല്ലേ? അത് പിന്നെ രവിയേട്ട, ഇവൻ ഒരു കര പറ്റാതെ നടക്കുവല്ലേ, അപ്പോ ഇവൻ അത് കിട്ടിക്കഴിഞ്ഞാൽ ഉപകാരത്തിൽപ്പെടില്ലേ? അതിനൊരു കുഞ്ഞ് അത്യാവശ്യമല്ലേ? പിന്നെ നമുക്ക് ഈ വയസ്സുകാലത്ത് ലാളിക്കാനായിട്ട് ഒരു പേരക്കുട്ടിയും കൂടി. ചന്ദ്രേ, നീ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. ഇതിന്റെ പേരിൽ ഈ കാര്യം അമ്മയോട് ചോദിക്കാൻ നിൽക്കാൻ. അമ്മ കരുതും നിനക്ക് വരാൻ പോകുന്ന കുഞ്ഞിനേക്കാൾ വലുത് ആ ഏക്കർ കണക്കിന് സ്ഥലമാണെന്ന്. അമ്മയ്ക്ക് മനസ്സുള്ള സമയത്ത് അമ്മ അത് തരും. അതെങ്ങനെ രവിയേട്ട ശരിയാവാ? ആദ്യം കുഞ്ഞു പിറക്കുന്ന ആൾക്ക് കൊടുക്കുക എന്നല്ല അമ്മ പറഞ്ഞത്. ചന്ദ്രേ, അത്തരം കാര്യങ്ങൾ ഇവിടെ സംസാരിക്കണ്ട. അതൊക്കെ അമ്മ എന്താന്ന് വെച്ചാ ചെയ്തോളൂ. എന്നാ പിന്നെ ഇന്ന് വൈകിട്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാ ശ്രുതിമോളെ. നമുക്കിതൊന്നും ഉറപ്പാക്കണ്ടേ? ഉറപ്പാക്കാത്തോടത്തോളം കാലം ഇവരൊക്കെ പലതും പറഞ്ഞ് നടക്കും. പ്രത്യേകിച്ച് ഈ മച്ചി. ചന്ദ്രേ, ഇതും പറഞ്ഞ് രവി ചന്ദ്രയെ പിടിച്ചു വലിക്കുന്നുണ്ട് കേട്ടോ.
എന്താ നീ പറഞ്ഞത്? അത് പിന്നെ രവിയേട്ട അറിയാതെ എന്റെ വായിന്ന്. ആ സമയത്ത് രേവതി ആണെങ്കിൽ വളരെയധികം വിഷമിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോവാണ്. ആ സമയത്ത് സച്ചിക്ക് ദേഷ്യം വരട്ടോ. സച്ചി പറയുന്നുണ്ട്, എന്താ നിങ്ങൾ എന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞത്? ആ സമയത്ത് രവി പറയുന്നുണ്ട്, മോനെ സച്ചി, മോള് നന്നായിട്ട് വിഷമിച്ചോണ്ട് അകത്തോട്ട് പോയത്. നീ അങ്ങോട്ട് ചെല്ല്, ഇവക്കുള്ളത് ഞാൻ കൊടുത്തോളാം. അച്ഛാ ഇവര് മോനെ നീ അങ്ങോട്ട് ചെല്ല്. ഇതും പറഞ്ഞ് സച്ചി അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രവി പറയുന്നുണ്ട്, ചന്ദ്രേ എന്താ നീ ഇപ്പൊ രേവതി മോളോട് പറഞ്ഞത്? നീ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ രവിയേട്ടാ, എന്റെ വായിന്ന് അറിയാതെ വന്നു പോയതാ, സോറി. ആർക്ക് വേണോടി നിന്റെ സോറി? നീ ഇപ്പോ ആ പാവത്തിന്റെ മനസ്സാ വേദനിപ്പിച്ചു വിട്ടത്. ഇവിടെ ഒരു നല്ല കാര്യം നടക്കുമ്പോ നീ ആ കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിച്ചു. അയ്യോ, അവളുടെ മനസ്സ് വേദനിച്ചല്ലേ ദൈവങ്ങൾക്ക് സന്തോഷമായിരിക്കും ഉണ്ടാവുക. ചന്ദ്രേ അടങ്ങിക്കോ നീ. ഇനി ഒരക്ഷരം രേവതി മോളെ കുറിച്ച് അനാവശ്യമായിട്ട് നിന്റെ വായിലൂടെ വന്നാലുണ്ടല്ലോ, ഞാൻ കൈകെട്ടി നോക്കി നിൽക്കില്ല. രവീന്ദ്രന്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും. അതിന് രവിയേട്ട ഞാൻ മിണ്ടരുത്. നീ നിന്റെ ഈ ചീഞ്ഞ വാ തുറന്ന അബദ്ധം. നീ ഇപ്പം പോയിട്ട് രേവതി മോളോട് ക്ഷമ ചോദിക്ക്. ഞാനെന്തിനു ക്ഷമ ചോദിക്കണം? അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അറിയാതെ എന്റെ വായിലൂടെ വന്നു പോയതാ മച്ചിയെന്ന്. എടി നിനക്ക് എന്താ ആ വാക്കിന്റെ അർത്ഥം എന്നറിയോ? അല്ലേനും നിനക്കെങ്ങനെ ആ വാക്കിന്റെ അർത്ഥം അറിയാനാ? വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാതെ പ്രയോഗിക്കുന്നവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചന്ദ്രേ നീ ഇപ്പം പോയിട്ട് ആ കുട്ടിയോട് ക്ഷമ ചോദിക്ക്. രവിയേട്ടാ നിന്നോട് ചോദിക്കാനാ പറഞ്ഞത്. ഇതും പറഞ്ഞ് ചന്ദ്രമതി നേരെ രേവതിയുടെ മുറിയിലോട്ട് ചെല്ലാണ്. ആ സമയത്ത് സച്ചിയുടെ മാറിലോട്ട് ചാഞ്ഞു കിടക്കുന്ന രേവതിയാണ് കാണിക്കുന്നത്. ഒരാള് വന്നിട്ടുണ്ട്. അപ്പൊ തന്നെ രേവതി കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. എന്തിനാടി നീ ഇങ്ങനെ കരയുന്നത്? അതിനു മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അറിയാതെ എന്റെ വായിന്ന് തെറ്റായ ഒരു വാക്ക് വന്നു പോയി, സോറി. അതെനി നിന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ക്ഷമ ചോദിച്ചു, അറിയാതെ പറഞ്ഞു പോയതാ, അത് വീട്ടേക്ക്. ഇതും പറഞ്ഞ് ചന്ദ്രമതി തിരിഞ്ഞു നടക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, എങ്ങോട്ട് പോകുന്നു? ഇതാണോ സോറി ചോദിക്കുന്ന രൂപം? അല്ലേനും നിങ്ങളുടെ സോറിയുടെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ പറഞ്ഞത് എന്റെ രേവതിയെ തട്ടിയിട്ട് പോലും ഇല്ല. നിങ്ങൾ അങ്ങനെ നാവിനെല്ലില്ലാതെ പലതും വിളിച്ചു പറയും. അതൊന്നും മൈൻഡ് ചെയ്യരുതെന്ന് ഞാൻ രേവതിയോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാടാ മച്ചിന്ന് വിളിച്ചപ്പോ നിന്റെ ഭാര്യ കരയാൻ നിന്നത്? ദേ നിർത്തിക്കോ നിങ്ങൾ, ഇല്ലെങ്കിൽ ഈ സച്ചി ആരാണെന്ന് ഞാൻ കാണിച്ചു തരും. എന്റെ ഭാര്യയെ വേദനിപ്പിക്കാന്ന് ആരും കരുതണ്ട. ഒന്നേനെ ഓർമ്മയുണ്ടല്ലോ, നല്ല മുട്ടനടിയാ വർഷയുടെ അച്ഛന് ഞാൻ കൊടുത്തത്. എന്ന് വെച്ചാ നീ എന്നെ തല്ലൂന്നാണോടാ പറയുന്നത്? തല്ലിയില്ലെങ്കിലും നിങ്ങൾക്ക് തരാനുള്ള പാടി ഞാൻ തന്നിരിക്കും. നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കാൻ വന്ന് എന്നെ വേണം പറയാൻ. ഇതും പറഞ്ഞ് ചന്ദ്രമതി ദേഷ്യം പിടിച്ച് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, രേവതി നീ ഇവര് പറയുന്നൊക്കെ കേട്ടത് ഇങ്ങനെ വിഷമിക്കാതിരിക്കി. അതെ, പൂക്കടയിലോട്ട് ചെല്ലണ്ടേ, ഇങ്ങനെ ഇവിടെ ഇരുന്നാ മതിയോ? അവരാ പ്രയോഗം പ്രയോഗിച്ചതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സമയമാകുമ്പോ നിനക്കും ഒരു കുഞ്ഞു പറക്കും. അതിന് അവരുടെ ഔദാര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞ് സച്ചി രേവതിയുടെ മനസ്സ് മാറ്റിയെടുക്കാണ്. നീ അവിടുന്ന് എഴുന്നേക്കെന്റെ രേവതി, എന്നിട്ടേ നീ എന്തെങ്കിലും കഴിക്ക്. വാ ഞാനും വരാം. സച്ചേട്ടാ എനിക്ക് വേണ്ട, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല. അതെന്താ വേണ്ടാത്തത്? അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ഞാൻ കഴിച്ചല്ലോ, അപ്പൊ പിന്നെ നീയും കഴിക്കണം. വാ രേവതി. അതെ, ഇപ്പൊ നീ കഴിക്കാൻ വന്ന നിനക്ക് ഞാൻ ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. എന്ത് സർപ്രൈസ്? നമുക്കൊരു സ്ഥലം വരെ പോവണം. ആദ്യം നീ ഭക്ഷണം കഴിക്കേ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് കറങ്ങാൻ പോവാം. ആഹാ, നമ്മളിന്ന് കറങ്ങാൻ പോവാണോ? അതേനെ, നീ പെട്ടെന്ന് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്ന് റെഡിയാവ്. ശരി. ഇതും പറഞ്ഞ് രേവതി തുള്ളിച്ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി കാണിക്കുന്നത് മീരയാണ്. മീര കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ചന്ദ്രമതി വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. ആന്റി. ഓ ഇവളോ, കാര്യം അറിഞ്ഞു വരുമായിരിക്കും. ആന്റി എനിക്ക് ശ്രുതിയൊന്ന് കാണണം. അല്ലാതെ നീ പ്രത്യേകിച്ച് എന്തിനാ ഇവിടേക്ക് വരുന്നത്? അവളെ കാണാനല്ലേ. അതിപ്പോ അങ്ങനെ എടുത്തു പറയണമെന്നില്ല. നിക്ക്, ഞാൻ ശ്രുതിയെ വിളിച്ചോണ്ട് വരാം. അതെന്താ ആന്റി, ഒരു അതിഥി വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് ക്ഷണിക്കേണ്ട സാമാന്യ മര്യാദയില്ലേ? ഇവളെന്താ എന്നെ മര്യാദ പഠിപ്പിക്കുകയാണോ? ആ സമയത്ത് രവി അങ്ങോട്ട് വരുന്നുണ്ട്. ആരാ ചന്ദ്രേ? രവിയേട്ടാ, ശ്രുതിയെ കാണാൻ വന്നതാ. എന്നിട്ട് അവിടെ നിർത്തിയേക്കുവാണോ? മോളെന്താ അവിടെ തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് കയറ്. ആന്റി എന്നോട് അകത്തോട്ട് കയറാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത്. അതെന്താ ചന്ദ്ര നീ അകത്തേക്ക് വിളിക്കാഞ്ഞത്? ഞാൻ പെട്ടെന്ന് മറന്നു പോയതാ രവിയേട്ടാ. മോളത് കാര്യമാക്കണ്ട, ശ്രുതിയെ വിളിച്ചു കൊടുക്ക്. അയ്യോ അത് വേണ്ട, ഞാൻ പോയി ശ്രുതിയെ കണ്ടോളാം. അതെന്തിനാണ്? ഞാൻ ശ്രുതിയെ താഴോട്ട് വിളിച്ചുതരാം. വേണ്ട ആന്റി, എനിക്ക് അവളെ ഒന്ന് പോയി കാണണം. ഞാൻ അങ്ങോട്ട് ചെന്നോളാം. അവിടെ ശ്രുതി ഉണ്ടാകും. അതിനെന്താ ചന്ദ്രേ? ശ്രുതി എന്താ കൊച്ചുകുട്ടിയാണോ? അവൻ ഇങ്ങ ഇറങ്ങി പോന്നോളൂ. മോള് ചെല്ലേ. അങ്ങനെ മീര ആണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് രവി പറയുന്നുണ്ട്, എന്താ ചന്ദ്ര ഇത്? നിനക്ക് കൂടെ കൂടെ ബോധം നഷ്ടപ്പെടുവാണോ? ഒരാളെ വീട്ടിൽ വന്ന അല്പമെങ്കിലും മര്യാദ കാണിക്കണ്ടേ? അവളോടൊന്നും മര്യാദ കാണിക്കേണ്ട ആവശ്യമില്ല രവിയേട്ടാ. അവളെ ശ്രുതിയെ നന്നായിട്ട് എരികേറ്റി വിടുന്നുണ്ട്. അവളത്ര നല്ലവളൊന്നുമല്ല. അവളെ കൂടെ അങ്ങനെ കൂട്ടുകൂടുന്നത് നല്ലതല്ല. ഓ നീ പിന്നെ ഓരോരുത്തരെ കണ്ടറിഞ്ഞ് വായിക്കല്ലേ? അങ്ങനെയാണല്ലോ നീ രേവതി മോളെ പഠിച്ചെടുത്തത്. അതുകൊണ്ട് നീ പറഞ്ഞ കാര്യം അച്ചടിക്ക് വിഴുങ്ങിയാലേ അത് അബദ്ധമായി പോവും. കിട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളണം. മീര മുകളിൽ എത്തിയ സമയത്ത് തന്നെ രേവതി താഴോട്ട് ഇറങ്ങാൻ വരുന്നുണ്ട്. അങ്ങനെ മീരയെ കണ്ടപ്പോ രേവതി ഒരു നിമിഷം സ്റ്റക്കായി പോകുന്നുണ്ട്. രേവതി, ശ്രുതി എവിടെ? ശ്രുതിയാണോ? ശ്രുതി ഈ മുറിയിലാ? ഓ ഇവിടെയാണോ? ഞാൻ വിളിച്ചു തരണോ?
ഏയ് വേണ്ട, ഞാൻ വിളിച്ചോളാം. ആ കുട്ടി എപ്പോഴാ വന്നത്? ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഒന്ന് ശ്രുതിയെ കാണണമായിരുന്നു. പാർലറിൽ പോയപ്പം അവിടെ ഇന്ന് ലീവാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു. ഓ അങ്ങനെ. അല്ല, കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? എന്താ വേണ്ടത്? അയ്യോ എനിക്കൊന്നും വേണ്ട രേവതി, ഞാൻ കഴിച്ചിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ശരി. അങ്ങനെ മീര ഡോറിന് മുട്ടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സുധി വന്ന് കതക് തുറക്കുന്നുണ്ട്. നീയോ? നീ എന്താ ഇവിടെ? അല്ല, ശ്രുതി എപ്പോഴും കഥകടിച്ച് ശ്രുതിയുടെ കൂടെ തന്നെ ഇരിക്കുകയാണോ? ജോലിക്കൊന്നും പോവണ്ടേ? ഓ, അവള് വന്നു കയറി ജോലിക്ക് ഉപദേശിക്കാൻ തുടങ്ങി. ദേ മീരെ, നിനക്ക് എന്താ വേണ്ടത്? നീ എന്നെ ഉപദേശിക്കാൻ വന്നതാണോ? ഞാൻ ആരെ ഉപദേശിക്കാൻ വന്നതല്ല, ഒന്ന് ശ്രുതിയെ കാണാൻ വന്നതാ. ശ്രുതി, നിന്റെ അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു, അങ്ങോട്ട് ചെല്ല്. ഓ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. ഇതും പറഞ്ഞ് ശ്രുതി താഴോട്ട് ചെല്ലുന്നുണ്ടോ. അപ്പൊ തന്നെ മീരയോട് ശ്രുതി പറയുന്നുണ്ട്, മീരെ ആ ഡോറ് കുറ്റിയിട്ട്. അതൊക്കെ അടയ്ക്കാം. അല്ല, എന്തൊക്കെ ഈ കേൾക്കുന്നത്? നീ അമ്മയാവാൻ പോകുന്നതിന്റെ സന്തോഷാണല്ലോ ഇവിടെ എല്ലാവർക്കും. എന്താ ചെയ്യ മീരെ? ഞാൻ നിന്നോട് ഫോണിലൂടെ പറഞ്ഞില്ലേ ആ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നത്. ഇനിയിപ്പൊ എന്താ ചെയ്യേ ശ്രുതി? നീ ഒരു കാര്യം ചെയ്യ്, തൽക്കാല സത്യങ്ങളൊക്കെ ഇവിടെ തുറന്നു പറ. എന്ത് സത്യങ്ങൾ? നീ ഗർഭിണിയല്ലെന്നുള്ള സത്യം. നിനക്കറിയാലോ നീ ഗർഭിണിയല്ലെന്ന്. പക്ഷെ ഞാൻ എങ്ങനെ പറയും? അതെന്താ, നിനക്ക് വായില്ലേ? ദേ ശ്രുതി, ഇപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി വന്നേക്കുവാ. അതിന്റെ കൂടെ നീ വെറുതെ ഇരട്ടി പ്രശ്നങ്ങളാക്കരുത്. മലേഷ്യയിലുള്ള അച്ഛനെ കൊണ്ട് തന്നെ നീ പൊറുതിമുട്ടി നിൽക്കുക. അതിന്റെ ഇടയിലൂടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്താ നീ ചെയ്യാ? എനിക്കറിയില്ല മീരെ, എനിക്കൊരു സൊല്യൂഷൻ വേണം. അതിന് ഞാൻ നിന്നെ വിളിച്ചത്. എനിക്ക് നിന്റെ അവസ്ഥ മനസ്സിലാവും ശ്രുതി, പക്ഷെ നീ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ എവിടുന്ന സൊല്യൂഷൻ എടുത്തു തരിക? എന്തെങ്കിലും ചെയ്തു തന്നേ പറ്റൂ മീരെ. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വിട്ടു. ഇവിടുത്തെ അച്ഛമ്മയില്ലേ, അവരെ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോ ഇവിടെ ആർക്കാണോ ആദ്യം കുഞ്ഞു പറക്കുന്നത് അവർക്ക് ഏക്കർ കണക്കിന് ഭൂമി ആ കിളവി ഒരു ദാക്ഷിണ്യം ഇല്ലാതെ എഴുതി തരാന്ന് പറഞ്ഞു. അത് വെറുതെ കളയാനും തോന്നുന്നില്ല. ഇപ്പോഴുള്ള എന്റെ അമ്മായിയമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം അതൊറ്റ നിമിഷം കൊണ്ട് ചോർന്നൊലിപ്പിക്കാനും തോന്നുന്നില്ല. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ ഗർഭിണിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ? നിനക്ക് എല്ലാം വേണമെന്ന് പറഞ്ഞാൽ ഇതന്നെ നടക്കത്തുള്ളൂ. ദേ മീരെ, ഇപ്പോഴല്ലോ വർഷയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലാ എന്നെ സ്നേഹിക്കുന്നത്. ഓ, ഇപ്പൊ തോന്നുവാ ഒരു അമ്മയായിരുന്നെങ്കിൽ. അതിനെന്താടി, ഇനിയും സമയമുണ്ട്. നീ വേണമെങ്കിൽ നാടകം കളിച്ചോ. ഇത് ശ്രുതിയോട് പറഞ്ഞിട്ട് വേണം നീ കളിക്കാൻ. പെട്ടെന്ന് തന്നെ നീ ഒരു അമ്മയാവ്. പക്ഷെ അതെങ്ങനെ പെട്ടെന്ന് നടക്കും? എന്റെ ആദ്യത്തെ ഡെലിവറി തന്നെ നിനക്ക് അറിയാലോ, ഒരുപാട് ബുദ്ധിമുട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത പ്രസവം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, അങ്ങനെ ഗർഭിണിയായി കഴിഞ്ഞാൽ ചെക്കപ്പിന് പോയി കഴിയുമ്പോ ഞാനൊരു രണ്ടാം ഗർഭിണിയാണെന്നുള്ളത് ആ ഡോക്ടേഴ്സ് എന്റെ അമ്മായിയമ്മയോട് പറയും. പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നതേ വലിയൊരു ഗർത്തമായിരിക്കും. ഓ, അതാണോ നിന്റെ പേടി? അതാലോചിച്ച് നീ വിഷമിക്കണ്ട. അതെന്താ മീരെ, എന്റെ അറിവില് നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. എന്റെ ഒരു ആന്റി ആയിട്ട് വരും. പക്ഷെ എനിക്കതല്ല, എന്നെങ്കിലും ഈ കാര്യം പിടിക്കപ്പെടുമ്പോ എന്റെ ആന്റിയും കൂടി അതിൽ പെടുവല്ലോ എന്നുള്ള ഒരു പേടി. അതാലോചിച്ച് മീര വിഷമിക്കണ്ട. നിന്റെ ആന്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ ഞാൻ അത് ഹാൻഡിൽ ചെയ്തോളാം. ദേ, ഇപ്പൊ ദയവായിട്ടാണ് നിനക്ക് അങ്ങനെ ഒരു ആന്റി ഉണ്ടായത്. നീ എന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു ഒന്നവരെ റെഡിയാക്കി വെക്ക്. ദേ, അവരാണെന്നുണ്ടെങ്കിലേ മുൻപ് അവരെ കാണിച്ചിരുന്ന ഒരു ഡോക്ടർ ഉണ്ട്, ഒരു കിളവി ഡോക്ടർ. അവരെ എന്നെ നാളെ കൊണ്ടുപോയി കാണിക്കാൻ നിൽക്കുക. നാളെ രാവിലെ തന്നെ ബുക്ക് ചെയ്തിട്ട് ഡോക്ടർ ചെന്ന് കൺസൾട്ട് ചെയ്യണമെന്നാ പറഞ്ഞത്. തൽക്കാലം ഞാൻ ഇവിടെ പറഞ്ഞൊപ്പിക്കാം, ഈ ഡോക്ടർ നല്ലതാണെന്ന്. നീ നിന്റെ ആന്റിയോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറ. നമ്മുടെ കൂടെ ആന്റി നിൽക്കുമെന്നറിയില്ല. മെഡിക്കൽ എത്തിക്സിന് എതിരായിട്ടൊന്നും ചെയ്യില്ല ആന്റി. എന്നാലും ഞാൻ നിന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു നോക്കാം. എങ്ങനെയെങ്കിലും നീ അവരെ കൊണ്ട് അത് പറഞ്ഞ് സമ്മതിപ്പിക്കേ. നാളെ എനിക്കിന്ന് അവരെ വന്ന് കാണാലോ. ശരി. ദേ, ഒരു കാര്യം ഞാൻ പറയാം. പെട്ടെന്ന് നിന്റെ വയറ്റില് ഒരു കുഞ്ഞ് പിറക്കുമല്ലോ അല്ലേ? അതൊക്കെ എന്താന്ന് വെച്ചാ ചെയ്യാം. പിന്നെ നീ ഈ കാര്യം ശ്രുതിയോട് പറയാതെ നടക്കില്ല. ശ്രുതിയോട് പറഞ്ഞേ പറ്റൂ. അത് ഞാൻ പറയാം മീരെ. എങ്കിൽ പിന്നെ ശരി. അധിക നേരം ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ചിലപ്പോ നിന്റെ അമ്മായിയമ്മേ ഈ ഡോറിന് പുറത്ത് കാണും. അപ്പൊ ചന്ദ്രമതിയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി അതുപോലെ തന്നെ ഡോറിന്റെ അടുത്താണ്. ഷോ, ഒന്നും കേൾക്കുന്നില്ലല്ലോ. എന്താ ഇവർ ഇത്ര പതുക്കെയാണോ സംസാരിക്കുന്നത്? ആ കളി എന്തിനാണാവോ വന്നത്? എന്നാ പിന്നെ ഞാൻ ആ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വരാം. ശരി. ഇത് പറഞ്ഞ് ഡോറ് തുറക്കുമ്പോ ചന്ദ്രമതി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പ്രതീക്ഷിച്ച പോലെ തന്നെയാണല്ലോ. ആന്റി ഇവിടെ തന്നെയുണ്ട്. ശ്രുതി, നിന്റെ ആന്റിക്ക് ഒളിഞ്ഞേക്കുന്ന പതിവുണ്ടോ? ആർക്കാടി ഒളിഞ്ഞേക്കുന്ന പതിവ്? ദേ, നിനക്ക് ഞാൻ വല്ലതും കുടിക്കാൻ വേണമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. എനിക്കൊന്നും വേണ്ടാവേ. ദേ ശ്രുതി, ഞാൻ ഇറങ്ങുവാ. ശരി. അങ്ങനെ അവൾ അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, മോളെ ശ്രുതി, ഈ സമയത്തെ ഇങ്ങനെ ഫ്രണ്ട്സിനൊന്നും വിളിച്ച് കയറ്റണ്ട കേട്ടോ. പ്രത്യേകിച്ച് അവളെപ്പോലുള്ളവരെ. അവരൊന്നും അത്ര നല്ലവരല്ല. അവർക്കൊന്നും മോള് ഗർഭിണിയായത് ഇഷ്ടപ്പെട്ട് കാണില്ല. അല്ല, അവക്കൊരു വിവാഹമൊക്കെ കഴിച്ചൂടെ? കുടുംബജീവിതം ഒന്നും വേണ്ട അവക്ക്. അവളെപ്പോഴും നിന്റെ പിന്നാലെ തന്നെ എന്തിനാ നടക്കുന്നത്? അത് പിന്നെ ആന്റി, എന്റെ കുഞ്ഞുനാളെ മുതലുള്ള കൂട്ടുകാരി അവളെ അങ്ങനെ പറിച്ചു മാറ്റാനൊന്നും പറ്റില്ല. അതൊക്കെ ശരി. പിന്നെ മോളെ, അവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാതെ നീ താഴോട്ട് വാ. ഞാനേ സുധിയെ കടയിലേട്ട് സ്വീറ്റ്സ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ സ്വീറ്റ്സ് കൊണ്ടുവരുമ്പോ ഞാൻ മോളുടെ വായിലോട്ട് വെച്ച് തരാം. ആദ്യം മധുരം കഴിക്കണം. അതിന് ആന്റി ഷുഗർ തന്നല്ലോ. അതൊന്നും പോരാ. അത് എന്റെ ആദ്യ മധുരം, ഇത് രണ്ടാം മധുരം.
ഓ ഇവർ ഇതിന്റെ പേരിൽ എനിക്ക് ഷുഗർ വരുത്തുമെന്നാ തോന്നുന്നത്. ആ സമയത്താണ് ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. ആന്റി, ആരോ വന്നിട്ടുണ്ട്. ഞാൻ കേട്ടു. മോള് പതുക്കെ വന്നാ മതി, ഞാൻ പോയി ഡോറ് തുറക്കട്ടെ. അതെ, എനിക്കറിയാവുന്ന ഒരു ഡോക്ടറാ. ഡോക്ടറോ? അതെ, മോളെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ. അയ്യോ, എന്നെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നതോ? ഞാൻ ഗർഭിണിയല്ലെന്ന് അവരിപ്പോ എല്ലാവരോടും പറയുമല്ലോ. എന്താ മോൾ ആലോചിക്കുന്നത്? നീ താഴേക്ക് വാ. ഞാൻ വന്നോളാം ആന്റി. ഇനി നല്ല കിഡിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. ഇതിന്റെ ബാക്കി എപ്പിസോഡ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.